എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പൈസി മാക്കറോണി ഉണ്ടാക്കാം. ഒരു 1/2 കിലോ മാക്കറോണി എടുക്കാം. 2 സവാള, 2 തക്കാളി, 3 അല്ലി പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെപ്പർ, മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കാദ്യം പാസ്ത ബോയിൽ ചെയ്തെടുക്കാം. അതിന് ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ പാസ്തയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇതിലോട്ടിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ മാക്കറോണി ചേർക്കാം. ഇനി നമുക്ക് ഈ മാക്കറോണി കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാസ്ത കുക്കായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം കളയാൻ വയ്ക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി മസാല ഉണ്ടാക്കാം. നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കാം. ഇത് കുറച്ച് കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതെല്ലാം കുക്കായതിനു ശേഷം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ, ഗരം മസാല. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മസാല ഒക്കെ കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മസാല കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം കുക്കായതിനു ശേഷം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബോയിൽ ചെയ്ത് വെച്ച മാക്കറോണി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. പാസ്ത റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഓഫാക്കാം.
നല്ല യമ്മി ഇന്ത്യൻ വേർഷൻ സ്പൈസി പാസ്ത റെഡിയായി. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കോമെൻറ്റ്സിലൂടെ പറയണം. എന്നിട്ട് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. കൂടെ യൂട്യൂബിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നന്ദി, നമസ്കാരം.